അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു വീട് കേട്ടോ. അപ്പോൾ ഇവിടെ കോലായിൽ 2 തിണ്ട് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. പിന്നെ നമ്മൾ കയറുന്ന നടുവത്തേക്കാണ്. ഇവിടെ നടുവത്ത് ഈ സൈഡിലായിട്ട് 2 റൂമാണുള്ളത്. പിന്നെ ഇവിടെ TV വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ നടുവത്ത്. അപ്പോൾ ഈ കട്ടിലിങ്ങനെ അധികം ആരും കിടക്കലൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ആങ്ങളെയും മക്കളും ഞങ്ങളെല്ലാവരും വരുന്ന സമയത്ത് മാത്രം കേട്ടോ ഈ കട്ടിലത് കിടക്കുള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾ രണ്ടാളൊരു ഓരോ സർട്ടിഫിക്കറ്റും മദ്രസിൽ. പിന്നെ ചെറിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ കോലായിൽ നടുവത്തുള്ളത്. പിന്നെ ഉള്ളത് അതാണ് ഒരു റൂം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് വരേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു റൂം. ഉമ്മച്ചും മാത്രമേ കൊണ്ട് അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആങ്ങളെയും വൈഫും വേറെയാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ വരിക എന്നല്ലാണ്ട് ഉമ്മച്ചും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഇതേപോലെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ, ഈ വിരുന്നേർ വരുമ്പോൾ മാത്രം വയ്ക്കുന്ന കുറച്ച് പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കസാര, പിന്നെ ചെറിയൊരു ടേബിൾ ഫാനൊക്കെ വെക്കുന്ന ചെറിയൊരു ടേബിൾ, പിന്നെ ചെറിയൊരു ഫാന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ റൂമിൽ. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ കല്യാണത്തിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ റൂം, എൻ്റെ സ്വന്തം റൂം. അപ്പോൾ ഇവിടെയും വലിയതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു അലമാരുണ്ട്. പിന്നെ ഒരു കട്ടിൽ. പിന്നെ ആ കൊട്ട എനിക്ക് എൻ്റെ എന്താ പറയുക എൻഗേജ്മെൻറ്റ് എനിക്ക് മിഠായി കൊണ്ടുവന്നിട്ടുള്ളൊരു കൊട്ടയാട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പം അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു റൂം, സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ ഒരു ചെറിയൊരു റൂം. പിന്നെ വലിയ കാര്യമായിട്ടുള്ള വലിയ ഹോം ടൂർ ഒന്നുമില്ല. ചെറിയ കാര്യങ്ങളുള്ളൂ. കുറച്ച് ചെറിയൊരു വീട്. പിന്നെ അങ്ങനെ നമ്മൾ വരുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളേൻ്റെ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അധികം ആരും ഉപയോഗിക്കലൊന്നുമില്ല. വെച്ചിട്ട് സ്റ്റോർ റൂമായിട്ടാണ് ഇത് സെറ്റാക്കി വെച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പഴയൊരു അലമാരുണ്ട്. അതിൽ പിന്നെ ഉപ്പച്ചിൻ്റെ പണി സാധനങ്ങളുണ്ട്. പിന്നെ അമ്മച്ചി വലിയ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ എങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ അരിൻ്റെ അതിൻ്റെയൊക്കെ ബക്കറ്റ്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അത് കഴിയുന്നതിനനുസരിച്ച് കഴുകി അതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഈ റൂമിലുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് വരുന്നതാണ് ചെറിയൊരു അടുക്കളയാണ്. പിന്നെ നമ്മൾ കുപ്പിയും പാത്രമൊക്കെ വെക്കാനായിട്ട് ഇതിങ്ങനെ പലക കൊണ്ട് ഇങ്ങനെ ഷെൽഫ് പോലെ ഇങ്ങനെ പട്ടികയും കൊണ്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അമ്മച്ചീൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെത്. പിന്നെ ഇവിടെ കുപ്പിയും പാത്രം വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ്. പിന്നെ ഡെറ്റോൾ, പെനോയിൽ, സോപ്പുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ്. പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന പിന്നെ നമ്മുടെ സിങ്ക്. പിന്നെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ്, മിക്സി. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ താഴെയായിട്ട് ഗ്യാസും കുറ്റിയൊക്കെ. അപ്പോൾ ഒന്ന് കാലിക്കുറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഇത്ര കുറച്ച് സാധനങ്ങൾ. ചെറിയൊരു അടുക്കള കേട്ടോ. അതിൻ്റെ നിലയൊക്കെ നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ആയിപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുക. പിന്നെ പഞ്ചായത്തിലെ അപേക്ഷിച്ച് പുതിയൊരു വീടിന് അപേക്ഷ വെക്കണം എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട്. അടുക്കളയിൽ നമ്മൾ നേരെ ഇറങ്ങണേ നമ്മളെ ബേക്കിൽ മുറ്റത്തേക്കാണ്. മുറ്റത്തേക്ക് എന്നല്ല, ഇതിപ്പോൾ വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടതാണ്. ഇൻഡസ്ട്രിയിലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടിട്ട് ഇപ്പോൾ കുറേ വർഷമായിട്ടോ. പണി ഇത് രണ്ടും തുടങ്ങിയിട്ടില്ല. പറയല്ലോ പണിക്കാരുള്ള വീട്ടിലുള്ളവർക്ക് അവർ സ്വന്തം വീട്ടിലെ പണിയെടുക്കാൻ മടിയാന്ന് പറഞ്ഞൊരവസ്ഥ കേട്ടോ. എൻ്റെ ഉപ്പച്ചി കെട്ടുപണീൻ്റെ ആളാണെങ്കിലും സ്വന്തം പേരിൽ പണിയെടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് കുറേ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ സോപ്പ് പൊടി സാധനങ്ങളൊക്കെ വെക്കുന്നു. പിന്നെ അമ്മച്ചീൻ്റെ ബക്കറ്റുകൾ. പിന്നെ കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രം ഒരു വെണ്ണക്കല്ലിൻ്റെ ഒരു അടുപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വർക്ക് ഏരിയ എന്ന് പറയാനായിട്ടില്ല. വർക്ക് ഏരിയയ്ക്കും വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പണികൾ എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് നമുക്ക് ഉപ്പച്ചിനോട് തന്നെ ചോദിച്ചാലേ അറിയുള്ളൂ. പിന്നെ ഷീറ്റുകളൊക്കെ നാശമായിട്ടുണ്ട്. ഈ പൂച്ചകളും അതൊക്കെ ഒന്ന് മാന്തിയിട്ട്. പിന്നെ ഇവിടെയാണ് ബാത്റൂം വരുന്നത് കേട്ടോ. പുറത്തേക്കാണ് ബാത്റൂം. ഇപ്പോൾ ഇവിടെ വർക്ക് ഏരിയ എടുക്കുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബാത്റൂം വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കാനൊന്നും അറിയില്ല. പഠിച്ചാനല്ലേ വലിയതില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് അലക്കുന്ന കല്ലിട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് കുഴൽക്കിണറാണ് കേട്ടോ. ഇതാണ് കുഴൽക്കിണറിൻ്റെ. പിന്നെ ഒരു തെങ്ങുണ്ട് ഇവിടെ. അപ്പം ഇതൊരു 5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അതിലാണ് ഈ വീടും
പിന്നെ ഇപ്പുറത്തൊരു തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിന് എൻ്റെ നീമോളെ പ്രായമുണ്ട് കേട്ടോ. നീമോളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നത് 9ാം മാസത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ജുനൈസ്ക കൊണ്ടുവന്ന് വന്നിട്ട് വെച്ചിട്ടുള്ളൊരു തെങ്ങാണ്. അപ്പോൾ ഇതാ നീമോളെ പ്രായമുള്ള തെങ്ങ് ഇതാ കുറച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാട്ട് എൻ്റെ ഒരു ചെറിയൊരു കൊച്ചു ഹോം ടൂർ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. പുതിയൊരു വീഡിയോ കാണുന്നവർ.